ഇന്നലത്തെ നമ്മുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ റിപ്പോർട്ടർ ചാനലിലെ പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാം വളരെ കൃത്യമായി നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരവരുടെ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് എങ്ങനെയാണ് അവർ വാർത്തകളെ സമീപിക്കുന്നത്, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായി നമുക്ക് കാണിച്ചു തന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമെന്ന് പറയുന്നത് ഇന്നലെ ജനവികാരം മാനിക്കുമോ എന്നുള്ളതായിരുന്നു ചോദ്യമെന്ന് പറയുന്നത്. അപ്പോൾ ജനഹിതം എന്താണ്, ജനവികാരം എന്താണ് എന്നുള്ളത് മാധ്യമങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ നിലപാടുകൾക്കനുസരിച്ച് കൃത്യമായി വെളിപ്പെടുന്ന ഒരു മീറ്റ് ദ എഡിറ്റേഴ്സ് ആയിരുന്നു അത്. ഞാനതിലെ മുഴുവൻ ഭാഗവും കാണിക്കുന്നില്ല, കാരണം അത് ലെങ്തി ആയിട്ടുള്ള ഏതാണ്ട് 1 മണിക്കൂറിനടുത്ത് 53 മിനിറ്റോളമുള്ള ഒരു മീറ്റ് ദ എഡിറ്റേഴ്സ് ആയിരുന്നു. അതിൽ വലിയ വാഗ്വാദങ്ങളുണ്ടായിരുന്നു. അതെല്ലാം തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കേൾക്കാം. ഞാൻ അതിൽ ഏറ്റവും ആദ്യമേ തന്നെ സ്മൃതി പരുത്തിക്കാടിൻ്റെ ഒരു സംഭാഷണത്തോടുകൂടി തുടങ്ങാം. കാരണം അതിനു മുമ്പ് സുനിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത് സുനിൽ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് സുനിലിൻ്റെ നിലപാട് പറഞ്ഞേക്കാണ്. പക്ഷേ സ്മൃതി സംസാരിക്കുമ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ സ്മൃതി വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ കേരളത്തിൽ വലിയ പ്രശ്നമുണ്ടാകും. ജനവികാരം വി.ഡി. സതീശന് അനുകൂലമാണ്. വി.ഡി. സതീശന് വേണ്ടി മാത്രമാണ് ജനം വോട്ട് ചെയ്തത്, UDF-നെ കണ്ടിട്ട് പോലുമല്ല എന്നുള്ള നിലക്കുള്ള ചില പ്രകടനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. കൂടാതെ ആൻഡോ അഗസ്റ്റിൻ അതിനെതിരായിട്ട് പറയുന്നതിനെതിരെയും വളരെ നിശിതമായി സ്മൃതി പരുത്തിക്കാട് ആഞ്ഞടിക്കുന്നത് കൂടി നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ ഇവർ ഓരോരുത്തരും എങ്ങനെയാണ് വാർത്തകളെ സമീപിക്കുന്നത്, ഇവരുടെ അജണ്ടകൾ എന്താണ്, ഇവർ തന്നെ കൊടുത്തിട്ടുള്ള വാർത്തകളുടെ പൊള്ളത്തരം എന്താണ് എന്നുള്ളത് കൂടി പലപ്പോഴും കാണിക്കുന്ന ഒരു എക്സാമ്പിളാണിത്. ഇത് റിപ്പോർട്ടർ TV-യെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെല്ലാം തന്നെ ഇതുപോലെ സെലക്റ്റീവായി തിരഞ്ഞെടുക്കപ്പെട്ടവയോ അല്ലെങ്കിൽ അവരാൽ വേണ്ട ഒരു പ്രത്യേക രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നവയോ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ വീഡിയോയുടെ കണ്ടൻറ്റിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് യൂട്യൂബ് നൽകുന്നൊരു ഓപ്ഷനാണ്. ആ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ ലെവൽ 1-ൽ 179 ആണ്, 179 രൂപയാണ്. ലെവൽ 2-ൽ 359 ആണ്. ലെവൽ 3-ൽ 799 ആണ്. ലെവൽ 4-ലൊക്കെ അതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള മെമ്പർഷിപ്പുകൾ എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നൊരു ഗുണമെന്ന് പറയുന്നത് ആകെ ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ അഡ്വാൻറ്റേജ് ഒന്നും അതുകൊണ്ട് ഉണ്ടാകുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള വീഡിയോകളും ഉണ്ടാകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ ഓപ്ഷൻ ഉപയോഗപ്പെടുത്താമെന്നുള്ളത് മാത്രമാണ്. ഇനി അതല്ല, നമുക്ക് നേരിട്ട് തന്നെ വലിയ സഹായങ്ങൾ ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ പേ നമ്പറോ അക്കൗണ്ട് നമ്പർ കൂടി താഴെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു നോക്കട്ടെ. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ആ ടോപ്പിക്കിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യമേ തന്നെ സ്മൃതി പരുത്തിക്കാടിൻ്റെ ഈ സംഭാഷണം ഒന്ന് കേട്ടിട്ട് നമുക്ക് അടുത്തൊരു ഭാഗം കൂടിയുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗം. ഇവർ തമ്മിൽ വലിയ ഫൈറ്റ് നടത്തുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കൂടി വരാം. പ്രതീക്ഷയാണ് ഇപ്പോൾ എനിക്കുള്ള ഈ അവസാന നിമിഷത്തിലുള്ളത്. ജനവികാരം എന്നുള്ളത് വി.ഡി. സതീശൻ എന്ന നയിച്ച നേതാവിനുള്ള നേതാവിന്റെ പിന്തുണയാണ് ജനവികാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ജനവികാരം എന്ന് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. അത് UDF-നൊന്നും കിട്ടിയ പിന്തുണയല്ല, പകരം വി.ഡി. സതീശന് കിട്ടിയിട്ടുള്ള പിന്തുണയാണെന്നാണ് സ്മൃതി പരുത്തിക്കാട് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. മനസ്സിലാക്കുന്ന ഓരോരുത്തർക്കും ഓരോ രീതിയിൽ മനസ്സിലാക്കാം, അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ അഭിപ്രായമാണ്. ആ അഭിപ്രായം നമുക്ക് കേൾക്കാം. ഇതിൻ്റെ വിശദീകരണവും കൂടി നമുക്ക് കേൾക്കാം. അവസാന നിമിഷം കേൾക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ജനഗീതം നടപ്പാക്കുന്നതിൽ വഹിച്ചതിന് പൂർണ്ണ ഉത്തരവാദിത്തം ഹൈക്കമാൻഡാണെന്നതാണ്. ഹൈക്കമാൻഡ് അതിന്റെ നടപടി ചിട്ടക്രമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ MLA-മാരുടെ അഭിപ്രായം തേടിയിരുന്നു. അപ്പോൾ MLA-മാരുടെ അഭിപ്രായം തേടി അപ്പോൾ തന്നെ തീരുമാനമെടുക്കാമായിരുന്നല്ലോ. അങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങൾ എന്ന ഭാഗമായിരുന്നു. പക്ഷേ അതിനുശേഷം കൂടുതൽ പ്രതികരണങ്ങളിലേക്കും കൂടുതൽ അഭിപ്രായങ്ങളിലും എടുക്കേണ്ടതുണ്ട് എന്ന ആലോചന എന്തുകൊണ്ട് പോയി എന്നതാണ്. അപ്പോൾ ഈ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്, MLA-മാരുടെ അഭിപ്രായത്തിൽ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് പല രൂപത്തിലാണ്. അതായത് സ്ഥാനാർത്ഥികളാക്കുന്നതുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥികൾക്ക് ഫണ്ട് കിട്ടുന്നുണ്ട്. അതായത് പണം വിതരണം ചെയ്യുന്ന ആൾ തന്നെ നേതാവട്ടെ, ഭരിക്കാൻ വരട്ടെ എന്നൊരു വികാരം എന്നത് വിചിത്രമാണ്. അത്തരം പ്രതികരണങ്ങൾ വരെ പലപ്പോഴായി പല ചർച്ചകളായി പറയുന്നുണ്ട്. അപ്പോൾ ഫണ്ട് കൊണ്ടുവരുന്ന ഫണ്ട് മാനേജ് ചെയ്യുന്ന ഫണ്ട് എത്തിക്കുന്ന നേതാവാകണം, ഭരിക്കണം എന്നുള്ള വിചിത്രമായ ന്യായമാണ്. എനിക്കറിയില്ല. അപ്പോൾ അതൊരു ന്യായമായി പറഞ്ഞു. അപ്പോൾ ഏതായാലും MLA-മാർ പറഞ്ഞത് മാത്രം പോരാ എന്തുകൊണ്ട് ഇപ്പോൾ മുൻ KPCC അധ്യക്ഷന്മാരെ വിളിപ്പിച്ചു. അതോടൊപ്പം ഒരു തവണ കേട്ട നേതാക്കളിൽ നിന്ന് വീണ്ടും കേൾക്കും. അതായത് ഈ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് പറയുന്ന MLA-മാർ കൂടി ചേർന്നാണല്ലോ, അത് അവരെ തന്നെ വീണ്ടും കേൾക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് എല്ലാ 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നേതാക്കൾ പുറത്തേക്ക് എഴുതാൻ വേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് വെയിറ്റേജ് കൊടുക്കുന്നത് പ്രധാനപ്പെട്ട നേതാക്കളായ K. മുരളീധരന്റെ പ്രതികരണം, VM സുധീരന്റെ. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ VM സുധീരമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതല്ലോ, അതേ വൈകുന്നേരം വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ 2 നേതാക്കളും വി.ഡി. സതീശനൊപ്പമാണ് എന്നുള്ള സൂചനയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ എണ്ണത്തിൽ ഉറപ്പായിട്ടും അത് KC-ക്കൊപ്പമാണ് ഈ നേതാക്കളുടെ എണ്ണമുള്ളത്. പക്ഷേ ജനവികാരം മറിച്ചാണ്, ഘടകകക്ഷികൾ നൽകിയ വികാരം മറിച്ചാണ്. അപ്പോൾ അതവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ കോൺഗ്രസിന് ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഈ ആത്മാഭിമാനം ഈ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ പ്രകടനങ്ങളിലാണ്. ഈ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് ഈ സ്മൃതി പറഞ്ഞതിൽ തന്നെ ഒരു ചെറിയ ടെക്നിക്ക് ഉണ്ട് കേട്ടോ. അതായത് വെയിറ്റേജ് കൊടുക്കുന്നത് K. മുരളീധരനും VM സുധീരനുമാണ് എന്നുള്ളതാണ് സ്മൃതി പരുത്തിക്കാട് പറഞ്ഞു വെക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
മുല്ലപ്പള്ളി രാമചന്ദ്രനും MM ഹസനെയും അതുപോലെ തന്നെ മറ്റ് KPC പ്രസിഡന്റിനെയും KPCC വൈസ് പ്രസിഡന്റുമാരെയും ഇങ്ങനെ നിരവധി നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വെയിറ്റേജ് കൊടുക്കുന്നുവെന്ന് പറയാനുള്ള ഒരു കാരണം കെ മുരളീധരനും VM സുധീരനുമാണെന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ VD സതീശനെ പിന്തുണക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ സ്മൃതി ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും VD സതീശനെ പിന്തുണക്കുന്നതാണ് എന്ന് പറയുന്ന അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. എന്താണെങ്കിലും തിരുവഞ്ചൂർ കേൾക്കാത്തതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. ബാക്കിയുള്ളത് കൂടി നമുക്ക് കേൾക്കാം. തെരുവിലെ തമ്മിൽ തന്നെ എന്നുള്ള ചില വാചകങ്ങളൊക്കെ ഞാൻ കേട്ടു. തെരുവിൽ തമ്മിൽ തന്നെ നമ്മൾ കണ്ടില്ല. തെരുവിൽ ഇറങ്ങി പ്രകടനങ്ങൾ നടത്തി ഞാൻ കണ്ടു. അതായത് പരസ്പരം രണ്ട് നേതാക്കളുടെ ആളുകൾ വന്ന് തമ്മിലടിക്കുകയോ ഫ്ലക്സ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുണ്ടാവുകയോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അവർ വിശ്വസിക്കുന്ന നേതാക്കളെ അല്ലെങ്കിൽ സ്മൃതി പറയുന്ന അങ്ങനെ തെരുവിൽ ഇവർ തമ്മിൽ തല്ലിയിട്ടൊന്നുമില്ല. അങ്ങനെ തമ്മിൽ തല്ലി എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. കാരണം നേരത്തെ സുനിൽ അങ്ങനെ പറഞ്ഞിരുന്നു. ജസ്റ്റ് അപ്പുറത്തെ ആളുടെ പോസ്റ്ററും അതുപോലെ തന്നെ ഫ്ലക്സും ഒക്കെ വലിച്ചു കീറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്ലോക്സിൽ തുപ്പിയിട്ടുണ്ടാകാം, തെറി പറഞ്ഞിട്ടുണ്ടാകാം, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഭാഗ്യത്തിന് ഇവർ രണ്ടുപേരും തമ്മിൽ സംഘടന ഉണ്ടായിട്ടില്ല, ഇടിയുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സ്മൃതി പരുത്തിക്കാട് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെയൊക്കെ ചരിത്രം പറയുന്നവർക്ക് അത് തന്നെ ഭാഗ്യം എന്ന് കരുതുന്നതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അവർ പിന്തുണയ്ക്കുന്ന നേതാക്കളുടെ ഫ്ലക്സുകൾ പലയിടത്തായി സ്ഥാപിച്ചത് നമ്മൾ കണ്ടു. ഇനി അങ്ങനെ എല്ലാത്തൊരു ഫ്ലക്സ് സ്ഥാപിക്കൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വിപ്ലവത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് പറയുന്ന ഒരു CPM പ്രവർത്തകൻ വെച്ച ഫ്ലക്സ് ആണ്. അത് KC വേണുഗോപാലിന്റെ ഫ്ലക്സ് ആണ് വെച്ചത്. അപ്പോൾ ഇതിലൊക്കെ കുത്തിത്തിരിപ്പുകളും ഈ നിലയ്ക്ക് കിടക്കുന്നത്. അപ്പോൾ ഈ കുത്തിത്തിരിപ്പുകളെ കൂടി ഹൈക്കമാൻഡ് മനസ്സിലാക്കേണ്ടത് പല രൂപത്തിൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ മാധ്യമങ്ങളിലെ വാർത്തകൾ കാണുകയിൽ ഒരൊറ്റ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രം വരുന്ന വാർത്തകളായി വരുന്നതാണ്. അപ്പോൾ അത് പറയുന്ന മേൽത്തട്ടിലൂടെ സ്മൃതി പറയുന്ന ആ വാചകം നിങ്ങൾ കേൾക്കാതെ പോകരുത്. ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ അതുപോലെ തന്നെ മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. എങ്കിൽ സ്മൃതി എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് റിപ്പോർട്ടർ TVയുടെ. സ്മൃതി തന്നെ ഇങ്ങനെ പറയരുത്. കാരണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വാർത്തകളുടെ ആധികാരികത ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അല്ലാതെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ എടുത്ത് കൊടുക്കുന്നവരാണ് ഞങ്ങൾ എന്നുള്ളത് സ്വയം പറയുന്നതിന് തുല്യമാണ് സ്മൃതി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തുള്ളത്. പ്രധാനപ്പെട്ട നേതാവിനുള്ള സ്വാധീനത്തിന്റെ കൂടി ഫലമായിട്ടാണ് അത്തരം വാർത്തകളെ ഞാൻ മനസ്സിലാക്കുക. ആ സ്വാധീനം എല്ലാ തരത്തിലും പ്രകടമാകുന്ന രീതിയിൽ എല്ലാ പ്രതികരണങ്ങളും വരികയാണ്, എല്ലാ വാർത്തകളും ആ സ്വാധീനത്തിന് വഴങ്ങി. അതായത് KC വേണുഗോപാൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്. ആ സ്വാധീനത്തിന് വഴങ്ങി മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത കൊടുക്കുന്നു എന്നുള്ളതാണ് സ്മൃതി പരുത്തിക്കാട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ വരികയാണ്. അപ്പുറത്തുള്ള ഒരു തരത്തിലുള്ള നെഗറ്റീവ് എത്തുന്നില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇവിടെ ജനവികാരം എന്താണെന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെ എങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞതാണ്. അത് സിദ്ധരാമയെ ഉപയോഗിച്ചുള്ള സ്വാധീനത്തിലുള്ള ശ്രമം നടന്നുള്ള കാര്യം അതിന്റെ തെളിവുകളടക്കം പുറത്തു വന്നാണ് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ സ്മൃതി പരുത്തിക്കാട് ഇന്നലെ പറഞ്ഞത് അതായത് കർണാടക ന്യൂനപക്ഷ മന്ത്രി സമീർ അഹമ്മദ് പാണക്കാട് എത്തിയെന്നും അതുപോലെ മലപ്പുറം ലീഗ് പ്രസിഡന്റായിട്ടുള്ള അബ്ബാസ് അലിയെ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചുവെന്നും കർണാടകത്തിൽ KMCCക്ക് അതായത് ഒരു MLC സ്ഥാനം സിദ്ധരാമയ്യയെ കൊണ്ട് വാഗ്ദാനം ചെയ്യിപ്പിച്ചുവെന്നും സിദ്ധരാമയ്യ തന്നെ ഒരു ന്യൂനപക്ഷ മന്ത്രിയെ പാണക്കാട് എത്തിച്ച് അവരുടെ അഭിപ്രായം മാറ്റാൻ വേണ്ടി താല്പര്യപ്പെടുന്നു എന്നുള്ളതൊക്കെയാണ്. ഞാനിപ്പോൾ മുഴുവൻ കാണിക്കാൻ സമയമില്ല, നമുക്കറിയില്ല ഇതെന്താണെന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ഇന്നലെ സ്മൃതി ഇന്ന് മീറ്റ് ദ എഡിറ്റേഴ്സിൽ പറയുന്നു. പക്ഷേ ഇന്ന് യഥാർത്ഥത്തിൽ അരുൺകുമാർ, അതായത് അതിൻ്റെ കൺസൾട്ടിംഗ് എഡിറ്ററും ഹെഡുമായിട്ടുള്ള അരുൺകുമാർ പറയുന്നു അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. പകരം ആ മന്ത്രി അവിടെ തന്നെ ഉണ്ട്, പുള്ളി ബാംഗ്ലൂർ വിട്ട് കർണാടക വിട്ട് എങ്ങും പോയിട്ടില്ല എന്നുള്ളതാണ് ഇവർ തന്നെ പറയുന്നൊരു കാര്യം. എന്ന് പറഞ്ഞാൽ സ്മൃതി എന്നിട്ടും അത് വീണ്ടും ഇന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ അറിയണം. ഇത് പോകെ അരുൺകുമാർ അത്തരത്തിലുള്ളൊരു അഭിപ്രായം കൂടി പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവർ പറയുന്നതിനോ ഇവർ കൊടുക്കുന്ന വാർത്തകൾക്കോ എന്താണ് ഒരു ക്രെഡിബിലിറ്റി എന്നുള്ളതാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ജനത്തിനോട് ചോദിക്കുന്നത്. പ്രതികരണം വരുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതും MLC വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു സ്വാധീനമായിരുന്നു. ഏത് നേതാവിനെയാണ് ഇങ്ങോട്ട് അയച്ചതെന്നടക്കമുള്ള കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം കാര്യത്തിലുള്ള ഈ ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ MLA-മാർ ലീഗുമായി ബന്ധപ്പെട്ട ലീഗ് ആദ്യം തന്നെ സ്റ്റേണായ ഒരു തീരുമാനമെടുക്കുകയും അല്ലെങ്കിൽ അവരുടെ നിലപാടെടുക്കും. ആ നിലപാട് ഒരു തവണ പറയുകയും ചെയ്തു. അതിനുശേഷം അവർ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. അത് സോണിയാഗാന്ധിയെ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. തങ്ങൾ സോണിയാഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട് അവരുടെ നിലപാട്. അതിനുശേഷം വീണ്ടും അവർ നിലപാട് മാറ്റുകയാണ്. അതായത് ഈ ക്രൈസിസിൽ ഞങ്ങൾക്കിനി ഒരു പ്രശ്നമാകുന്ന തരത്തിൽ ഞങ്ങൾ നിലപാട് എടുക്കുന്നില്ല, ഞങ്ങളത് നിലപാട് മാറ്റുന്നു എന്നൊന്നും ലീഗ് ഇതുവരെ പറഞ്ഞായിട്ട് കരുതുന്നില്ല. ലീഗ് അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അത്തരം ചില നെറേറ്റീവുകളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ലീഗ് അതാ നിലപാട് മാറ്റി KC-യിലേക്ക് എത്തുന്നു എന്ന രൂപത്തിൽ. അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് സർക്കാർ ഉണ്ടാക്കുക എന്ന ആലോചനയിലേക്ക് അവർ പോകുന്നു. അവർ അഭിപ്രായം പറഞ്ഞു. ഇനി ഇതല്ല എങ്കിൽ ഞങ്ങളിതാ മാറി നിൽക്കും എന്നൊന്നും ഇതുവരെ ലീഗ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ലീഗ് പറഞ്ഞു എന്നുള്ള കഥയും ഉണ്ടാക്കേണ്ടതില്ല. ലീഗ് നിലപാട് പറഞ്ഞിട്ടുണ്ട്. ലീഗ് മാത്രമല്ല മറ്റെല്ലാ ഘടകകക്ഷികളും
പ്രതിപക്ഷ നേതാവിനൊപ്പം അന്നത്തെ പ്രതിപക്ഷ നേതാവിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്, വി ഡി സതീഷിനൊപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത്. ഇപ്പോഴും ഇതുവരെയും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. നാളെ ഇപ്പോൾ ലീഗ് പ്രവർത്തക സമിതി യോഗം ചേരുന്നുണ്ട്. ആ പ്രവർത്തക സമിതി യോഗം മാറിയ നിലപാട് ആലോചിക്കാനും പറയാനുമാണ് എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. അതും ഞാൻ ആ രൂപത്തിൽ എടുക്കുന്നില്ല. അത് യഥാർത്ഥത്തിൽ തങ്ങൾക്ക് വേണ്ട മന്ത്രിസ്ഥാനങ്ങൾ ആരൊക്കെ മന്ത്രിമാരാകണം എന്നുള്ള ആലോചനയ്ക്കായിട്ടാണ് ആ പ്രവർത്തക സമിതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കൂട്ടമായി പറയുന്നത് എന്താണ്, അതാണ് ശരി എന്ന് പറയുമ്പോൾ ഈ കൂട്ടം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് കൂടി പ്രധാനമാണ്. അത് പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ്. ആ കൂട്ടം ഒരു ഭൂരിപക്ഷം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ ഭൂരിപക്ഷം 102 എന്ന ഭൂരിപക്ഷം. ഞാനിത് മുഴുവൻ കേൾപ്പിക്കുന്നില്ല, ഇനി ഞാൻ അടുത്തൊരു പാർട്ട് നിങ്ങളെ കേൾപ്പിക്കാം. പക്ഷെ അതിനു മുമ്പായിട്ട് സ്മൃതി ഇപ്പോൾ പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, ഈ കൂട്ടം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അത് ആലോചിക്കേണ്ടതാണെന്നാണ്. അതങ്ങനെ തന്നെയാണ് സ്മൃതി. ഇപ്പോൾ വി ഡി സതീശനാണെങ്കിലും പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഈ കൂട്ടം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സിൽ എപ്പോഴും അധികാരമുള്ളിടത്തേക്ക് ഈച്ചയിൽ ചക്ക പൊതിയുന്നത് പോലെ അണികളും അതുപോലെ ഇടക്കുള്ള നേതാക്കന്മാരും പൊതിയും എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പണ്ടൊക്കെ തന്നെ കെ കരുണാകരനും എ കരുണയുടെ ഗ്രൂപ്പിലേക്ക് ആളുകൾ നിന്നിരുന്നത് എന്തുകൊണ്ടാണ്? അവരെ പറ്റിക്കൂടി നിന്നാൽ മാത്രമേ സീറ്റ് കിട്ടൂ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് ഇത്തവണ കെ സി വേണുഗോപാൽ മാത്രം ചെയ്യുമ്പോൾ ഏതോ വലിയ പാതകമാകുന്നു എന്നുള്ള നിലക്കൊന്നും അതിനെ കാണേണ്ടതില്ല. ഇപ്പോൾ വി ഡി സതീശനോടൊപ്പം നിന്നുകൊണ്ടാണ് മുഹമ്മദ് ഷിയാസിന് ഫോർട്ട് കൊച്ചിയിൽ സീറ്റ് കിട്ടിയതും ആരെങ്കിലും അതുപോലെ സംരക്ഷിക്കാനും അതുപോലെ ഗോഡ് ഫാദർ ആയിട്ടുണ്ടെങ്കിലും മാത്രമേ കോൺഗ്രസ് പാർട്ടിക്ക് അത് രക്ഷപ്പെടാൻ പറ്റൂ എന്നൊക്കെയുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ ഇതൊക്കെ മാത്രം ഇതിപ്പോൾ കെ സി വേണുഗോപാലിന് മാത്രം ഒരു വില്ലനാക്കി ചിത്രീകരിക്കേണ്ട കാര്യം എന്താണ്? ഇത് കോൺഗ്രസ്സിൽ എക്കാലത്തും നിലനിന്നിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വലിയ പുതുമയൊന്നുമില്ല. ഇനി ഞാനിതിൻ്റെ ഒരു ക്ലൈമാക്സ് സീൻ ഉണ്ട്, അതായത് ഇതിൻ്റെ ഒരു സംഘടന രംഗത്തേക്ക്. അതിപ്പോൾ സംഘടനമൊക്കെ അവർ തന്നെ സൃഷ്ടിക്കുന്നതായിരിക്കും, കാരണം ഇതിൻ്റെ ഒരു റേറ്റിംഗ് കിട്ടാനും ഈ പ്രോഗ്രാം കുറച്ചുകൂടി റീച്ച് കിട്ടാനും വേണ്ടി സൃഷ്ടിക്കുന്നതായിരിക്കും. പക്ഷെ അതിലൂടെ തന്നെ ഈ റേറ്റിംഗ് കിട്ടാനും വാശിയോടുകൂടി തർക്കിക്കുന്നതിനും ഇടക്ക് യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങളുടെ പൊള്ളത്തരങ്ങൾ അവർ തന്നെ വിളിച്ചു പറയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതൊരു 47ാമത്തെ മിനിറ്റ് മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞുള്ള ഒരു 5-8 മിനിറ്റ് കൂടി കേട്ടാൽ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമാകും. ജനറൽ സെക്രട്ടറിയുടെ AICC ജനറൽ സെക്രട്ടറിയുടെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് സ്മൃതി വേണം ഇനിഞ്ഞാന്ന് രാവിലെ ഒറ്റ വാക്കാണ് 3 നേതാക്കന്മാർ വന്നിട്ട് ഇനി ഫ്ലെക്സ് വെക്കരുത്, ജാഥ നടത്തരുത് പറഞ്ഞാൽ നിർത്തി. ജാഥ നിന്നത് എങ്ങനെയാ? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആൻഡ് ഓഗസ്റ്റിൻ ചോദിച്ചത്. അതായത് ഇത് ജനങ്ങളൊക്കെ തന്നെ സംഘടിച്ച് യാതൊരുവിധ പക്ഷപാതിത്വവും ഇല്ലാത്ത ജനങ്ങൾ സംഘടിച്ച് ജാഥ നടത്തുകയും ഫ്ലെക്സ് വെക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരിപ്പോൾ ഈ 3 നേതാക്കന്മാർ വന്നു പറയുമ്പോഴത്തേക്ക് ഒറ്റടിക്ക് നിർത്തേണ്ട ആവശ്യം വന്നിരിക്കണം. അത് പാർട്ടിക്കാർ പോലും അല്ലെങ്കിൽ അവർ AICC-നെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയോ പ്രതിപക്ഷ നേതാവിനെയോ രമേശ് ചെന്നിത്തലയോ ഭയന്ന ഒരൊറ്റ മണിക്കൂർ അത് അരമണിക്കൂർ കൊണ്ട് ഇത് മുഴുവൻ എടുത്തു മാറ്റും. അത് സംഭവിക്കുന്ന ഒരു കാര്യമാണോ? ജനവികാരമാണെങ്കിൽ അത് ഇനി ബാക്കിയുള്ളത് ആൻഡ് ഓഗസ്റ്റിൻ പറയുന്നതുകൂടി കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ജനവികാരം സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ഐഡിയയിലേക്ക് കൂടി നമ്മളെത്തും. അത് ഒരു മിനിറ്റ് പറയട്ടെ, എങ്ങനെ ജനവികാരം നിൽക്കുവോ? ജനവികാരം 3 നേതാക്കന്മാർ പറഞ്ഞ് നിൽക്കുവോ? എങ്ങനെ നിന്നല്ലോ? അപ്പൊ ഇവരാ ആൾക്കാരെ ഇറക്കുന്നത്, അതാണ് അർത്ഥം. ജനവികാരം 3 നേതാക്കന്മാർ പറഞ്ഞ് നിൽക്കുവോ? ഇതാണ് വളരെ കൃത്യമായിട്ടുള്ള കാര്യം. അതായത് അവരവർ തന്നെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത ആളുകളെ ഇറക്കുകയാണ്. അതുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരപ്പം തന്നെ പിൻവലിയും. അല്ലാതെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കഴിഞ്ഞ 7.5 വർഷമായിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷത്തിൽ നിന്നിട്ട് തന്നെ പണിയെടുത്തിട്ടുള്ളത് മനസ്സിലാക്കില്ലേ? കേരളത്തിൽ തൊട്ടടുത്ത സ്റ്റേറ്റായ കർണാടകയിൽ ഈ ഇലക്ഷനെ നേരിട്ട സമയത്ത് മുൻപന്തിൽ നിന്നും ഇതേപോലെ ഇവിടെ AICC ജനറൽ സെക്രട്ടറി എങ്ങനെ പണിയെടുത്തോ അതുപോലെ തന്നെ ഈ സിദ്ധരാമയ്യന്റെ ഈ പറഞ്ഞ DK ശിവകുമാറിന്റെ കൂടെ നിന്ന് പണിയെടുത്താണ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഈ സ്റ്റേജിലേക്ക് കയറി വരുന്ന സമയത്ത് കൈവീശി വരുന്ന KC ഒരു തോടിലിട്ട് സിദ്ധരാമയ്യന്റെ കൂടെ ഈ പറഞ്ഞ DK ശിവകുമാറിന്റെ കൂടെ KC നമ്മൾ കണ്ടതാണ്. അതെങ്ങനെ ജനറൽ സെക്രട്ടറി ആ പണി ഇവിടെ എടുത്തിട്ടുണ്ടെന്നാ പറയുന്നത്? നിങ്ങൾക്ക് എന്താ സംസ്ഥാന അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസിൽ കൂടെ KPCC അത്ര വലിയ പ്രൊഫൈലില്ല. നിങ്ങൾ പറഞ്ഞ ED മാത്രമേ ഇതിന് യോഗ്യനുള്ളൂന്നല്ലേ? അങ്ങനെയുള്ള ലീഗിന്റെ
ലീഗിന്റെ വായിൽ വെച്ചു കൊടുക്കുകയാണ്. എന്ത് VD സതീശൻ ലീഗിനെ കുറിച്ച് അനുകൂലമായി പറഞ്ഞത്? ലീഗ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ലീഗ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ലീഗ് എന്ന് പറഞ്ഞത് അല്ല, എന്റെ വിശ്വാസമാണ്, എന്റെ വിശ്വാസം. ഇത് ആൻഡ് ഓഗസ്റ്റ് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണോട്ടെ. ഈ റിപ്പോർട്ടർ അടക്കം എല്ലാ മാധ്യമങ്ങളും തന്നെ ലീഗ് VD സതീശനെ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ എങ്കിൽ പോലും സ്വന്തം ബോധ്യം പറയാൻ കാണിച്ച ധൈര്യത്തിന് സല്യൂട്ട്. രണ്ടാമത്തെ, ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഇവർ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു ലോജിക്കലി ആളുകൾക്ക് കൺവിൻസിങ് ആവുന്ന ന്യായം പറയണമല്ലോ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ എന്നുള്ളത് ആൻഡ് ഓഗസ്റ്റിന് കൃത്യമായിട്ട് അറിയാം. ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം. അതായത് ഇവർ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ജനവികാരം, ജനങ്ങൾ ഇളകിയിരിക്കുകയാണ്. ജനവികാരം മുഴുവൻ VD സതീശന് അനുകൂലമാണെന്നാണ്. പക്ഷേ ഉള്ളിൽ നിന്ന് വാർത്തകളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന റിപ്പോർട്ടർമാരെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ആൻഡ് ഓഗസ്റ്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇത് ബോധ്യമാകുന്നില്ല എന്നുള്ളത് ഏറ്റവും രസകരമായ ഒരു കാഴ്ചയായിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റൂ. ബാക്കിയുള്ളതും കൂടി കേൾക്കാം. അപ്പോൾ ആൻഡ് ഓഗസ്റ്റിൻ്റെ ബാക്കിയുള്ള വെളിപ്പെടുത്തലുകൾ കൂടി കേൾക്കാം. ഇപ്പോഴും കാതിൽ ഇടാൻ പറ്റില്ല. എന്താ തങ്ങളുടെ ബൈറ്റല്ലേ പറയുന്നത്? പല പ്രതികരണങ്ങളായി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് ഈ VD സതീശൻ വാഗ്ദാനം ചെയ്തു എന്ന് പറയാനുണ്ട്. ഒരു ചെറിയ തമാശ കൂടി പറയാം. സ്മൃതി പരുത്തിക്കാട് ആൻഡോയോട് പറയുന്നത്, അതായത് VD സതീശൻ ഉപമുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം ലീഗിന് ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്മൃതി പറയുന്ന ഒരു വാചകം, ഞാൻ വായി തോന്നിയത് പറയുന്ന ഒരാളല്ലതാണ് എന്ന് പറഞ്ഞാൽ ആൻഡോ അങ്ങനെ പറയുന്ന ഒരാളാണെന്നാണ്. ഇനി എന്തൊക്കെയാണ് തോന്നിയത് പറയുന്നത് എന്നുള്ളത് നമുക്ക് വീണ്ടും തുടർന്ന് കേൾക്കാം. സോഴ്സ് ഒരിക്കലും ഒരു മാധ്യമപ്രവർത്തകന് പുറത്തു പറയാൻ പറ്റില്ല. അതുകൊണ്ട് അരുൺകുമാർ ഇടക്കുമെന്ന് പറയുന്നുണ്ട്, സോഴ്സ് പറയില്ലേ, സോഴ്സ് പറഞ്ഞേക്കല്ലേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടുപേരെയും വട്ടം പിടിച്ച് ഓർപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ കേരളത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഈ ലീഗിന് കൊടുക്കാൻ എന്ന് പറയുന്നതും ഈ പറഞ്ഞ പ്രശ്നം ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് ഇന്നലെ വരെ കേൾക്കാത്ത നരേറ്റീവായിട്ടാണ് ആൻഡ് ഓഗസ്റ്റിന് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് അതൊരു താല്പര്യപ്രകാരമാണെന്ന് സ്മൃതി പരുത്തിക്കാട് പറയുന്നു. അപ്പോൾ ആൻഡ് ഓഗസ്റ്റിൻ പറയുന്നൊരു വാചകം എന്ന് വെച്ചാൽ സ്മൃതി പരുത്തിക്കാട് മറ്റേ കർണാടകയിലെ മന്ത്രി വന്ന് പാണക്കാട് വന്നു എന്നുള്ളതും MLC സ്ഥാനം KMCCക്ക് ഓഫർ ചെയ്തു എന്നുള്ള ആ നരേറ്റീവും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് മാത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിച്ചാൽ മതി. മന്ത്രി പാണക്കാട് പോയിട്ടില്ല, മന്ത്രി ബാംഗ്ലൂരിൽ തന്നെ ഉണ്ടായിരുന്നു. പരസ്യം വന്നാണ് ഇപ്പൊ തന്നെ അത് MLC കൊടുക്കാമെന്ന് പറയുന്നതും ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ പറയുന്നത് സെക്കൻഡ് കൂടെ എന്താണെന്നറിയോ എന്താണെന്നറിയോ ഈ ജനവികാരം എന്ന് അനുസാരം തന്നെ പറഞ്ഞാണ്. ജനവികാരം എന്ന് പറയുന്ന ഈ അളവുകോലുണ്ടല്ലോ, ഈ ജനവികാരം എന്നുള്ള അളവുകോല് ഈ ഫ്ലെക്സ് കീറുന്നതും ഈ പറഞ്ഞ ജാഥ നയിക്കുന്നതാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താ അറിയോ, അതിന് വേണ്ടി AICC നിർദ്ദേശം കൊടുക്കണം. ആൾക്കാരെ ഏറ്റവും ജനവികാരം എന്ന് അറിയാൻ പറ്റുമല്ലോ. ഈ സതീശന് മാത്രമല്ല ഇത് ചെയ്യാൻ പറ്റാം ആണോ? എല്ലാവരും അവരവരുടെ ആൾക്കാർ അവരുടെ മുന്നോട്ട് പോകണമെന്ന് പറയാം. അപ്പൊ കാണാം കേരളത്തിൽ എത്രയധികം ആൾക്ക് അനുകൂലമായി ജനവികാരം ഉണ്ടെന്നുള്ളത്. കേരളത്തിലെ 80% കോൺഗ്രസ് നേതാക്കന്മാരും ഒരാളെ മുന്നോട്ട് വെക്കുന്ന സമയത്ത് ഒരാളെ
നാളെ മുന്നോട്ട് വെക്കുന്ന സമയത്ത് അത് അംഗീകരിക്കാതെ ജനവികാരത്തിന്റെ കൂടെ ഞാനൊരു കാര്യം എന്താ വി ഡി സതീശന്റെ പ്ലക്കാർഡ് പിടിച്ചിട്ട് പോയിട്ട് അണികൾ കയറി അത് ഒരിടത്തല്ലേ? അല്ല എത്ര സ്ഥലത്ത് രണ്ടാമത്തെ കാര്യം സജീന്ദ്രൻ എന്ന് പറയുന്ന MLA തടഞ്ഞു നിർത്തുന്നു എന്നിട്ട് പറയാണ് നിങ്ങൾ വി ഡി സതീശന് വേണ്ടി സംസാരിക്കണം എന്ന് പറയുകയാണ്. വി ഡി സതീശനോട് സംസാരിക്കണം പറയുകയാണ്. നിങ്ങൾ നോക്കുമ്പോ ആരാണ് പറയുന്ന ഈ പറഞ്ഞ വി ഡി സതീശന് അനുകൂലികളാണ്. അവർ വി ഡി സതീശന് വേണ്ടി വാദിക്കുന്ന ആൾക്കാരാണ്. തിരുവനന്തപുരത്ത് കോഴിക്കോട് അഭിജിത്തിനെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ വി ഡി സതീശന് വേണ്ടി ആരാണ്? വി ഡി സതീശന് അനുകൂലിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നാളെ രാവിലെ KC-ക്ക് അനുകൂലിക്കുന്ന ആൾക്കാർ MLA തടഞ്ഞിട്ട് നിങ്ങൾ KC-ക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം എന്ന് പറയുകയാണ്. എറണാകുളത്ത് RC-ക്ക് അണികൾ MLA തടഞ്ഞിട്ട് പറയാണ് നിങ്ങൾ RC-ക്ക് വേണ്ടി ചർച്ച ചെയ്യണം. അപ്പൊ എവിടെ എത്തും ഈ സാധനങ്ങള്? അവരൊന്നും തെരഞ്ഞെടുത്ത MLA അവരെ തെരഞ്ഞെടുത്താൽ അണികളുടെ കാര്യമാണ് പറയുന്നത്. അണികളുടെ കാര്യം പറയുന്നത് ആഹ്വാനം കൊടുക്കുകയാണ്. എന്ത് നിങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്യണം, അങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മതനിരപേക്ഷത കേരളത്തിൽ മതത്തെ മുൻനിർത്തി ഒരു മുഖ്യമന്ത്രി വന്നിട്ട് ഒന്നും ചെയ്യാനില്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് കേട്ടോ ആൻഡ് ഓഗസ്റ്റിൻ പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ എല്ലാ അർത്ഥങ്ങളും ഉണ്ട്. മതത്തെ മുൻനിർത്തിക്കൊണ്ടൊരു മുഖ്യമന്ത്രി വന്നിട്ട് ഒന്നും ചെയ്യാനില്ല എന്നാണ് പറയുന്നത്. ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതാണ്. ഏതാണ്ട് മതന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിം മതന്യൂനപക്ഷത്തിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയൊക്കെ സപ്പോർട്ട് വി ഡി സതീശനാണെന്ന് പറയുന്ന ഒരു ധാരണ പരക്കുകയും ആ ധാരണയുടെ പിൻബലത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാവുകയും ചെയ്താൽ കേരളത്തിൽ അത് BJPക്ക് ഗുണകരമാകും എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത് കുറച്ചുകൂടി അറിയാതെ പെട്ടെന്ന് ആ ഒരു തർക്കത്തിൻ്റെ വാശിയിൽ കൃത്യമായിട്ട് ആൻഡ് ഓഗസ്റ്റിൻ പറഞ്ഞുപോയി. അതിൻ്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് സ്മൃതി പരുത്തിക്കാട് ഇടപെടുന്നുണ്ട്. ആ രംഗം കൂടി നമുക്കൊന്ന് കണ്ടാലേ ഇത് പൂർണ്ണമാകുള്ളൂ. നിങ്ങൾ അനുകൂലമായി എന്ന് പറയുന്ന സമയത്ത് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? മനസ്സിലായില്ല. ലീഗ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി ലീഗും ഒക്കെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ തന്നെ സ്മൃതി അതിനെ എതിർക്കും. കാരണം ജമാഅത്തെ ഇസ്ലാമി അവരൊക്കെ എന്തിന്, എനിക്കിത് കേൾക്കേണ്ടതെന്നൊക്കെയാണ് പലവട്ടം സ്മൃതി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വാചകം വീണ്ടും എടുത്ത് പറഞ്ഞു. യാഥാർത്ഥ്യം അതാണ്. ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഒക്കെ പിന്തുണക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് വി ഡി സതീശൻ. കോൺഗ്രസിനകത്ത് പിന്തുണയില്ലെങ്കിലും വയനാട്ടിലെ ലീഗിനൊരു നിലപാട്, ലീഗിന്റെ മൊത്തം വേറെ നിലപാട്, അത് ഒരേ ഒരു സംശയം. ഇപ്പൊ നാളെ KC വേണുഗോപാലിനെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ മുസ്ലിം ലീഗ് തള്ളി പറയുമോ പരസ്യം? അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഒരു കാര്യം വളരെ കൃത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കാര്യങ്ങളിൽ നിന്ന് തന്നെ ഇവർ തന്നെ കൊടുക്കുന്ന വാർത്തകളുടെ ക്രെഡിബിലിറ്റികൾ പലതും ഇവർ തർക്കിച്ചുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർണാടകത്തിൽ ഒരു മന്ത്രി വന്ന് പാണക്കാട് വന്ന് തങ്ങളെ കണ്ടുവെന്നും അങ്ങനെ സ്വാധീനിക്കാൻ ശ്രമം ചെലുത്തിയെന്നും സിദ്ധരാമയ്യയെ ഇടപെടിപ്പിച്ചുകൊണ്ട് KC വേണുഗോപാൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്ന് പറയുന്നു. അതേസമയം തന്നെ ആൻഡ് ഓഗസ്റ്റിൻ പറയുന്നു നേരെ തിരിച്ച് മുസ്ലിം ലീഗിനും ഉപമുഖ്യമന്ത്രി സ്ഥാനം വി ഡി സതീശൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഏതാണ്ട് കൃത്യമാണ്. ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള വാർത്തകൾ മാത്രമല്ല, പകരം ഇവരുടെയൊക്കെ താല്പര്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിപ്പോൾ അവർ ഷോ വിജയിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു അഭ്യാസം കൂടിയായിരിക്കാം. പക്ഷെ അതിൽ പോലും ഉള്ളൊരു കാര്യം കൃത്യമായി കൺവിൻസിങ് ആയിട്ടുള്ള ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഇത്രയുമെങ്കിലും പുറത്തേക്ക് വന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഹീറ്റഡ് ആർഗ്യുമെൻ്റിൻ്റെ ഭാഗമായി
കുറച്ചൊക്കെ കയ്യിൽ നിന്ന് വിട്ടുകൊണ്ട് പുറത്തേക്ക് വന്നതാണ്. ഇതേ കാര്യങ്ങളും ഇതേ തന്ത്രങ്ങളും തന്നെയാണ് കഴിഞ്ഞ 10 കൊല്ലമായി പിണറായി വിജയൻ സർക്കാരിനെതിരെയും ഉപയോഗിച്ചത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ സെലക്റ്റീവായ വാർത്തകൾ മാത്രമാണ് നമ്മൾ അറിയുന്നത്, അല്ലെങ്കിൽ അവർ അറിയിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ആ ഓരോ മാധ്യമ സ്ഥാപനങ്ങളുടെയും അജണ്ടകളുണ്ട് എന്നുള്ളത് കൂടി മറന്നു പോകരുത്.